ഇന്റേണൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ? ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യത്തിന് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ വേണം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തില് വിജയം ഉണ്ടാക്കാൻ, പ്രൊഫഷണലി വിജയം ഉണ്ടാക്കാൻ, നമ്മൾ ആഗ്രഹിച്ച എന്ത് കാര്യങ്ങളും നേടാൻ എല്ലാത്തിനും ആവശ്യമുള്ളത് ഒരൊറ്റ സാധനമാണ്. ദാറ്റ് ഈസ് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ. ആ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ആരിൽ എത്രത്തോളം അളവിൽ നടന്നിട്ടുണ്ടോ അതനുസരിച്ചിട്ട് ഓന്റെ ജീവിതം ഏറ്റവും മികച്ചതും വിജയകരവുമായി മാറും. ഇത് മാത്രമാണ് വ്യത്യാസം. മറ്റുള്ളവരെല്ലാരും എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും സാഹചര്യങ്ങളുണ്ട്, എല്ലാവർക്കും അവസ്ഥകളുണ്ട്, എല്ലാവർക്കും ഭർത്താക്കന്മാരുണ്ട്, എല്ലാവർക്കും കുട്ടികളുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും വീട്ടിലുള്ള ആളുകളുണ്ട്, എല്ലാവർക്കും ജോലിയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ തന്റെ ജീവിതം എത്രത്തോളം ആസ്വദിക്കുന്നു, തന്റെ ജീവിതം ഏറ്റവും മികച്ചതാക്കാൻ എത്രത്തോളം സാധിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ഇല്ലെങ്കിലും ആ ഉള്ളതിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു സന്തോഷത്തോടു കൂടി എന്നുള്ളത് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. നമ്മളുടെ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അനുസരിച്ചിട്ടാണ് ഇത് സംഭവിക്കുക എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പഠിക്കേണ്ട രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ഇന്റേണൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ അല്ലെ? എന്ത് കാര്യം പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല കാര്യം, ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ നല്ലത് എന്ന് പറയുന്നത് 3 ക്വസ്റ്റ്യനുകൾ ചോദിച്ചുകൊണ്ടാണ്. എന്താണ് 3 ക്വസ്റ്റ്യൻ? ഏത് കാര്യത്തിലും 3 ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അതിൽ നമ്മൾ ഏറ്റവും മികച്ചതാവും. ഒന്ന്, ഏത് കാര്യത്തിനെ സംബന്ധിച്ചാണെങ്കിലും വാട്ട്, അത് എന്താണ്? വൈ, അത് എന്തുകൊണ്ടാണ്? ഹൗ, അത് എങ്ങനെയാണ്? ഈ 3 ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മികച്ചതായി മാറും. ഇതാണ് യാഥാർത്ഥ്യം. അത് നമ്മളെ ലൈഫ് ആണെങ്കിലും നമ്മളെ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും വേറെ എന്ത് കാര്യം, ഭക്ഷണം കഴിക്കണാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഇതിന്റെ ഏറ്റവും നല്ല പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഈ 3 ക്വസ്റ്റ്യനുകൾക്കുള്ള, ഈ 3 ചോദ്യങ്ങൾക്കുള്ള ആൻസർ നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ആക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും മികച്ചതായിക്കൊണ്ടേയിരിക്കും. ഓരോ കാര്യത്തിനും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഈ ചോദ്യത്തിനാണ് ആൻസർ നമ്മൾ സത്യത്തിൽ, യാഥാർത്ഥ്യത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് സത്യം. ഇനി നമ്മൾ പറയുന്നത് 5 കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവി. 5 കീകളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 5 കീകളാണ് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതില് ആദ്യം തന്നെ നമ്മൾ പറയാണ്, നമ്മൾ ഇതിന് ഫസ്റ്റ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം, നമ്മള് ഹൂ ആം ഐ, ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഇതാണ് ആദ്യത്തെ ചോദ്യം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൂ യു ആർ. എന്താണ് ഹൂ യു ആർ? 3 ചോദ്യമാണ് ഉള്ളത്. അതിൽ ഒന്ന് എന്താണ്? ഹൂ യു ആർ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹൂ ആം സോറി ഹൂ ആം ഐ, ഞാൻ ആരാണ്? ഇതാണ് മെയിൻ ആയിട്ട് ചോദ്യം. അല്ല, ഇനി അടുത്തൊരു ചോദ്യം എന്താ വെച്ചാൽ വാട്ട് ട്രൂലി വാട്ട് ട്രൂലി മാറ്റേഴ്സ് മാറ്റേഴ്സ് യു, നിങ്ങളുടെ യഥാർത്ഥ ആവശ്യം എന്താ? നിങ്ങളുടെ യഥാർത്ഥ ആവശ്യം എന്താ? ഇനി അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാം. എന്താണ്? ഹൗ യു വാണ്ട്, ഹൗ, ഇവിടെ എഴുതി കാണൂലേ? ഹൗ യു വാണ്ട്, ഹൗ യു വാണ്ട് ടു ലീവ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഈ ചോദ്യം നമ്മളോടാണ് ചോദിക്കേണ്ടത്. ഞാൻ നിങ്ങളോടല്ല ചോദിക്കേണ്ടത്, ഞാൻ എന്നോട് ചോദിക്കണം. നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്ന സമയത്ത്
നമ്മൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് 2 ലോകമുണ്ട്. ഒന്ന് നമ്മളുടെ ഇന്നർ വേൾഡ് ആണ്. 2 നമ്മളുടെ ഔട്ടർ വേൾഡ് ആണ്. ഒന്ന് നമ്മളുടെ എന്താണ്? ഇന്നർ വേൾഡ് ആണ്. രണ്ടാമത്തെ എന്താണ്? നമ്മളുടെ ഔട്ടർ വേൾഡ് ആണ്. ഈ ഔട്ടർ വേൾഡും ഇന്നർ വേൾഡും എന്ന് പറയുന്നത്, ഔട്ടർ വേൾഡിന് നമ്മൾ ഈ ഫിസിക്കലി നമ്മൾ കാണുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളുടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇന്നർ വേൾഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മളുടെ ഉള്ളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളുടെ ആന്തരിക ലോകമാണ്. നമ്മളുടെ ഉള്ളിൽ മാനസിക തലത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ആ മാനസിക തലത്തിനോടാണ് നമ്മൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ. എന്താണ്? ഞാൻ ആരാണ്? എനിക്ക് സത്യത്തിൽ എന്താണ് വേണ്ടത്? എന്റെ ജീവിതം ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? ഇത് നമ്മളോടാണ് ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മളുടെ ഉള്ളിൽ സംഭവിക്കും, നമ്മുടെ ഇന്നർ വേൾഡിൽ സംഭവിക്കും ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ. ആ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോ നമുക്ക് മനസ്സിലാവും നമ്മളുടെ റിസൾട്ട് മാറും, നമ്മളുടെ ഡിസിഷൻസ് മാറും, നമ്മുടെ എവറിത്തിങ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ പെർഫോമൻസ് ലെവല് ടോട്ടലി മാറും. ഈ ചോദ്യം നമ്മൾ ചോദിക്കണം നമ്മളോട്. ആര് ചോദിക്കണം? നമ്മളോട് നമ്മൾ ചോദിക്കണം. നമ്മളാണ് ചോദിക്കേണ്ടത്. നമ്മളാണ് ഇതിന് ഉത്തരവാദി. വേറെ ആർക്കും ഇതിന് ഉത്തരവാദിത്തമില്ല. കാരണം നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജീവിക്കാൻ. അതായത് ജീവിക്കാൻ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. എവിടെ ജനിക്കണമെന്നോ, ആരുടെ മകനായി ജനിക്കണമെന്നോ, എവിടെ മരിക്കണമെന്നോ, എങ്ങനെ മരിക്കണമെന്നോ എന്നൊന്നും നമുക്ക് മുൻകൂട്ടി ചിലപ്പോ തീരുമാനിക്കാം. ചിലപ്പോ നല്ല തീരുമാനിക്കാൻ സാധിക്കില്ല. എന്നാൽ എങ്ങനെ ജീവിക്കണം? എന്റെ ജനനം മുതൽ എന്റെ ഒരു പ്രായം മുതൽ, ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറെ സമയം നമ്മൾ മാതാപിതാക്കളുടെ അണ്ടറിലാണ്. കുറച്ച് കഴിയുമ്പോ നമ്മളൊരു കൗമാരത്തിന്റെ പ്രായത്തിലാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഭർത്താക്കന്മാരുടെ അണ്ടറിലാണ്. ഇങ്ങനെ ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. പക്ഷെ അവിടെയെല്ലാം ഞാൻ എങ്ങനെ ജീവിക്കണം, എന്റെ ജീവിതം ഞാൻ എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ്. അതിന്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. അതെല്ലാം മാറണമെങ്കിൽ നമ്മുടെ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിൽ ആദ്യം നമ്മൾ ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ ഇതാണ്: ഞാൻ ആരാണ്? എനിക്ക് എന്താണ് വേണ്ടത്? എനിക്ക് സത്യത്തിൽ എന്താണ് വേണ്ടത്? എന്റെ ആവശ്യം എന്താണ്? അതുപോലെ ഞാൻ എന്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിൽ നിന്നാണ് ഇതിന്റെ ആൻസർ വരേണ്ടത്. നമുക്ക് നമ്മളുടെ ലൈഫ് പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മളുടെ ഉമ്മയോ ഉപ്പയോ ഒന്നുമല്ല, രക്ഷിതാക്കളോ ഒന്നുമല്ല ഇതിന്റെ ഉത്തരം തരേണ്ടത്. നമ്മൾക്കുള്ളിൽ നിന്ന് ഇതിന്റെ ആൻസർ പുറത്തേക്ക് വരണം. ഇതാണ് സത്യത്തിൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സാധനം സംഭവിക്കാനുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ ഓരോ ഘട്ടങ്ങളായി നമ്മൾ മാറ്റിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മളുടെ ഒരു 5 കീകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടത്. നമ്മള് വെൻ യു നമ്മളുടെ ഇന്നർ വേൾഡിൽ എപ്പോഴൊക്കെയാണോ ചേഞ്ചുകൾ ഉണ്ടാവുന്നത്, അപ്പോഴൊക്കെ ആ ചേഞ്ച് ഉണ്ടാവൽ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ ഇന്നർ വേൾഡിലുള്ള ട്രാൻസ്ഫോർമേഷൻ എപ്പോഴാണോ ഉണ്ടാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ മുതൽ നമ്മളുടെ ഡിസിഷൻസ് മാറും, റിസൾട്ട് മാറും, എൻറ്റയർലി നമ്മളുടെ പെർഫോമൻസ് മാറും, എൻറ്റയർലി മാറും. അല്ലെങ്കിൽ നമ്മൾ എന്നും ഒരു പ്രത്യേക തരത്തിൽ അങ്ങനെ ജീവിച്ച് ജീവിതം തള്ളി നീക്കി പോവുക ചെയ്യുക. ഞാൻ കഴിഞ്ഞ 1-2 ക്ലാസ് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ജീവിതം ഡിഫോൾട്ട് ആയി പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഇങ്ങനെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ ഡിസൈനിങ് നമ്മൾ തീരുമാനിക്കൽ തുടങ്ങും. നമ്മളാണ് ഡിസൈൻ ചെയ്യുക. നമ്മളുടെ ജീവിതം നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന രീതി വന്ന് തുടങ്ങും. അതുകൊണ്ട് ഇതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം. ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് 5 കീകളാണ്. 5, അതായത് 5 കീകളാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 കീകളാണ്. എന്താണ്? 5 കീസ് ഓഫ് ഇന്നർ വേൾഡ് അല്ലെങ്കിൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ. ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ. ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ 5 കീകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. ദ ഫസ്റ്റ് വൺ ഈസ്, ഒന്നാമത്തത്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോന്നിനെ കുറിച്ചിട്ടും എത്രത്തോളം ഡെപ്തിൽ പഠിക്കുന്നോ അതനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കുക, അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടോ അനുസരിച്ചിട്ടാണ് അടുത്ത സാധനം. നമ്മളുടെ മൈൻഡ് സെറ്റ് ആണ് ആദ്യം ശരിയാക്കേണ്ടത്. എന്താണ്? മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ് നമ്മളിൽ ആദ്യമായിട്ട് ഉണ്ടാവേണ്ടത്. അതായത് ചിന്താഗതിയിലുള്ള മാറ്റം.
എന്താണ്? ചിന്താഗതിയിലുള്ള മാറ്റം. നമ്മളുടെ ചിന്താഗതിയിലുള്ള മാറ്റമാണ് ഉണ്ടാവേണ്ടത്. മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ് ആദ്യം നമ്മളിൽ ഉണ്ടാവേണ്ടത്. ആദ്യം നമ്മൾ എന്താണ്ട് മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ്. അത് എങ്ങനെ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. മൈൻഡ് സെറ്റ് ചേഞ്ച് എങ്ങനെയാണ് നമ്മളിൽ ആരംഭിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു 3 കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് പറയാം. ഒന്ന്, നമ്മള് നമ്മള് പോസിറ്റീവിലേക്ക് നെഗറ്റീവിൽ നിന്ന് ഷിഫ്റ്റിംഗ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. അതായത് നമ്മളുടെ ചിന്താഗതിയെ എന്ത് ചെയ്യാണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അത് സംഭവിക്കുക? എങ്ങനെയാണ് അത് സംഭവിക്കുക? നമ്മളുടെ ഉള്ളിൽ നെഗറ്റീവ് ചിന്തകൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടേയിരിക്കും. നെഗറ്റീവുകളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ഈ നെഗറ്റീവ് ചിന്താഗതികളെ നമ്മൾ മാറ്റുമ്പോൾ, നമ്മൾ പോസിറ്റീവിലേക്ക് മാറണമെങ്കിൽ നമുക്ക് അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. എന്ത് കാര്യം? ഊഹാപോഹങ്ങളിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. നമ്മൾ ഊഹിച്ച് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാം. നമ്മള് നമ്മൾ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ അതിന്റെ റിയാലിറ്റിയെ മനസ്സിലാക്കാതെ, പോസിറ്റീവിനെ കണ്ടെത്താതെ നമ്മൾ ആലോചിച്ച് നോക്കി, ഏത് നെഗറ്റീവിലാണെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടാവും. നമ്മൾ ഈ ലോകത്തെ 2 എനർജിയാണല്ലേ, 2 എനർജിയാണ്. ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. നമുക്ക് ഈ 2 എനർജി എന്ന് പറയുന്നതും അവിഭാജ്യ ഘടകങ്ങളാണ്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 2 എനർജികളാണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബൾബ് കത്തണം എന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവും പോസിറ്റീവും വേണം. നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും വേണം. അതേപോലെ തന്നെയാണ് എന്ത് വർക്ക് ചെയ്യണമെങ്കിലും ഒരു നെഗറ്റീവും പോസിറ്റീവും വേണം. എന്തിനാണ്? അതിനെ വർക്ക് ചെയ്യിക്കാൻ. അതേപോലെ തന്നെയാണ് നെഗറ്റീവ് നമുക്ക് വേണം. എന്തിനാണ്? പോസിറ്റീവും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള യാത്രക്ക് വേണ്ട ഇന്ധനം നിറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ധനമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് നെഗറ്റീവിനെ നിർബന്ധമാണ്. നമ്മുടെ ഓരോ വീഴ്ചകളിൽ നിന്നും, ഓരോ തകർച്ചയിൽ നിന്നും, ഓരോ പ്രശ്നങ്ങളിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സത്യത്തിൽ നമ്മളുടെ പാഠങ്ങൾ പഠിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു കത്തി തട്ടി മുറിവേറ്റ് കഴിഞ്ഞാൽ പിന്നെ കത്തി ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കുക. എന്താണ് കാരണം? അത് തട്ടിയാൽ മുറിവാകുമെന്നും അത് വേദനിക്കുമെന്നും അന്ന് പറ്റിയ ആ അപകടം ഇനി പറ്റാതിരിക്കണമെന്നും ശ്രദ്ധിക്കുന്നത് അന്ന് അങ്ങനെ മുറിവ് ഉണ്ടായത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കത് അറിയില്ല. ആളുകൾ കേട്ട അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നെഗറ്റീവിൽ നിന്ന് ഒരു പോസിറ്റീവിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധമായിട്ടും നമ്മളെ ഉള്ളിൽ ആവശ്യമുള്ളതാണ് നെഗറ്റീവ് എനർജി ആൻഡ് പോസിറ്റീവ് എനർജി. അപ്പൊ നെഗറ്റീവിൽ നിന്ന് നമ്മൾ മെല്ലെ എന്ത് ചെയ്യണം? പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം. അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി തിരിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ അതിലേക്ക് മാറുള്ളൂ. ഇതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞു വരുമ്പോ എല്ലാം ഇന്റേണലി കണക്റ്റഡ് ആണ്, കംപ്ലീറ്റ്. കാരണം എന്താ വെച്ചാൽ, ഈ മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന, മനുഷ്യ ശരീരത്തിന്റെ ഓരോ പ്രവൃത്തിയിലും ഇടപെടുന്ന മനസ്സ്, നമുക്ക് കാണാൻ കഴിയാത്ത ഈ മനസ്സ് എന്ന് പറയുന്നത്, ഇത് രണ്ടും തമ്മിൽ ഭയങ്കരമായിട്ട് എന്തുണ്ട്? ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധം അനുസരിച്ചിട്ടാണ്. കാരണം നമ്മളുടെ ബോഡി, നല്ലൊരു ശരീരത്തിലെ നല്ലൊരു മനസ്സുണ്ടാവുള്ളൂ. നമ്മളുടെ ബോഡി ചേഞ്ചും ബോഡി പ്രവർത്തനത്തിനും അനുസരിച്ചിട്ടാണ് മനസ്സ് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇത് എൻറ്റയർലി നമ്മൾ അവസാനം വരെ പറയുമ്പോഴും ഇതെല്ലാം ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കും. 100%. അപ്പൊ ഇതിങ്ങനെ വരും. ഇനി നമ്മൾ ഹാപ്പിനെസിന്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നെഗറ്റീവിൽ നിന്ന് നമ്മൾ പോസിറ്റീവിലേക്ക് മാറാനുള്ള സാധനം ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ തന്നെ രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് റീപ്ലേസ് ഐ കനോട്ട് എനിക്ക് കഴിയില്ല എന്നുള്ളതിനെ ഒഴിവാക്കി
ഐ ക്യാൻ എനിക്ക് കഴിയും. എങ്ങനെ? എങ്ങനെ? ഐ ക്യാൻ. ഐ ക്യാൻ ലേൺ ആൻഡ് ലേൺ ആൻഡ് ഗ്രോ. ഇതാർക്ക് പറയാൻ കഴിയണം? നമുക്ക് നമ്മളോട് പറയാൻ കഴിയണം. "എനിക്ക് കഴിയില്ല സർ" അല്ലെങ്കിൽ "എനിക്ക് കഴിയില്ല. എനിക്ക് കഴിയില്ല." നമ്മളെപ്പോഴും പറയണതാണ് "എനിക്ക് കഴിയില്ല. എന്നെക്കൊണ്ട് ഇനി കഴിയൂല" എന്ന് പറയും. അതിന് പകരം നമ്മൾ പറയാൻ പഠിക്കണം. അതിനെ മാറ്റിയിട്ട് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പറയാൻ പഠിക്കണം. "എനിക്ക് കഴിയും." എങ്ങനെ? ഞാൻ പഠിച്ചെടുത്ത് ഞാൻ വളരും. പഠിച്ചെടുത്ത് ഞാൻ ചെയ്യും. ഞാൻ പഠിച്ചിട്ട് ലേൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഞാൻ വളരും എന്നുള്ളത് നമ്മൾ നമ്മളോടാണ് സംസാരിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങളോടാണ്. വേറെയുള്ളവരോടല്ല. നിങ്ങളോടാണ്. അല്ലെങ്കിൽ ഞാൻ എന്നോടാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് എനിക്ക് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ അതേ നിങ്ങൾ പറയാണ് എനിക്ക് കഴിയില്ലെങ്കിൽ ഞാൻ അതിനെ പഠിച്ചെടുത്തിട്ട് ഞാൻ അതിന് വളരും. ഞാൻ അതിൽ വളരും എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ കേറി കേറി വരും. ഇത് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ്. അതായത് നമ്മളുടെ എന്ത് മാറ്റാനാണ്? എന്താണ് മാറ്റുന്നത്? നമ്മളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റിംഗ്. അതായത് ചിന്താഗതിയെ മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ചെയ്യേണ്ട സാധനം. അതിനുള്ള 3 ടിപ്സാണ് നമ്മൾ പറയണത്. ആദ്യത്തെ ഒരു ഒരു കാര്യാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എന്താണ്? ആദ്യം പറഞ്ഞത് എന്താണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറുക. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? എനിക്ക് കഴിയില്ല എന്നതിനെ ഒഴിവാക്കി ഞാൻ അതിനെ പഠിച്ചെടുത്തുകൊണ്ട് എനിക്ക് പഠിച്ചെടുത്തുകൊണ്ട് ഞാൻ അതിൽ വളരും. അതിൽ വളർച്ച ഉണ്ടാക്കും എന്നുള്ള തീരുമാനം. ഇതൊക്കെ എവിടെയാണ്? നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്താ പറയാ? നമ്മൾ നന്നായിട്ട് ആണി അടിച്ച പോലെ നമ്മളതിനെ എന്ത് ചെയ്യണം? ഉറപ്പിച്ച് ഈ സാധനം വെക്കണം. എന്നാലേ ഇതിങ്ങനെ മാറുള്ളൂ മെല്ലെ മെല്ലെ. അടുത്ത സാധനം മൂന്നാമത്തെ ഒരു സാധനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായ പരാജയങ്ങളെ നമുക്ക് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഓരോ പരാജയങ്ങളെയും ഓരോ ഫെയിലിയറിനെയും നമ്മൾ എന്ത് ചെയ്യണം? വിജയങ്ങളായിട്ട് ഓരോ ഫെയിലിയറിനെയും നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു മിനിറ്റ്. ഓരോ ഓരോ പരാജയങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? നമുക്കുള്ള അവസരങ്ങളെ പാഠങ്ങളാക്കിയിട്ട് മാറ്റണം. ഓരോ ഫെയിലിയറിനെയും ലെസൺസ് ആക്കി മാറ്റണം. ഓരോ ഫെയിലിയറിനെയും ലെസൺസ് ആക്കി മാറ്റണം. പാഠങ്ങളാക്കി മാറ്റണം. എന്താ നമ്മള് ഒരു ദിവസം ഇപ്പൊ ഞാൻ പറയാം. എന്റെ ലൈഫ് വെച്ച് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാന് ഒരുപാട് ഒരുപാട് പരാജയങ്ങൾ എനിക്കുണ്ട്. ഞങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ട് പരാജയങ്ങൾ എനിക്കുണ്ട്. എന്താ ഇതിനൊക്കെ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ അതിൽ നിന്നൊക്കെ ഓരോ പാഠങ്ങളാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഇപ്പോഴും പറയണേ 2025 എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം 2025 നമ്മളിൽ നിന്ന് പോവാണ്. 2025 എനിക്ക് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ പരാജയം? ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റാതെ ഇരിക്കുക എന്നുള്ളതാണ് എന്റെ പരാജയം. ആ പരാജയങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്താ വെച്ചാൽ 2026 അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നും അതേപോലെ തന്നെ അതിനുള്ള സൊല്യൂഷൻ ഞാൻ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോണമെന്നും ഞാൻ പഠിച്ചത് എന്റെ പരാജയത്തിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പരാജയങ്ങളെ എന്താക്കി കാണാൻ പറ്റണം? ലെസൺസ് പാഠങ്ങളാക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റണം. നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കാൻ പഠിക്കണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ? നമുക്കത് റെഡിയാവാന് പറ്റുള്ളൂ. അതെന്ത് ചെയ്യണം? പിന്നെന്താ? വേറെ നമ്മളൊരു എൻഡ് അല്ല, ഒരു അവസാനമല്ല ഇത്. നമുക്കൊരു എൻഡിങ് അല്ല. വ്യൂ ഈ ദ ബീയിങ് ഫെയിലിയേഴ്സ് ഫെയിലിയേഴ്സ് ആസ് ലെസൺ ലെസൺസ് പാഠങ്ങളാക്കണം. നോട്ട് എൻഡ് നോട്ട് എൻഡ് എന്താ ഇത്? ഒരു അവസാനാക്കിയിട്ട് കാണരുത്. അപ്പോഴാണ് പല ആളുകളും ഏറ്റവും വലിയ ഫെയിലിയറിലേക്ക് പോവുക അപ്പോഴാണ്. ഏറ്റവും വലിയ ഡിപ്രഷനിലേക്ക് പോവുക അതാണ്. എനിക്കിനി ഒരു മാർഗമില്ല. ഉം. ഇപ്പൊ ചില ആളുകള് ഞാൻ ഈ ചില കാര്യങ്ങളെ ഞാൻ നന്നായിട്ട് എതിർത്ത് പറയും. എതിർത്ത് പറയും എന്താ വെച്ചാല് ഇപ്പൊ ഇന്നും ഞാൻ കേട്ട ഒരു കാര്യാണ്. ഇന്നും ഞാൻ കേട്ട ഒരു കാര്യാണ്. ഞാന് നാളെ ഒരു വക്കീലിനെ കാണാൻ പോവാണ്. എന്തിനാ പോണത് നിങ്ങൾക്കറിയോ?
വക്കീലിനെ കാണാൻ പോവാണ്. എന്തിനാ അറിയോ? ഡൈവോഴ്സിന് വേണ്ടി. അല്ലെങ്കിൽ അപ്പോ എന്താണ് സംഭവം? സ്നേഹിച്ച് കല്യാണം കഴിച്ചാ? ഞാൻ ഇതിന് ഭയങ്കര എതിരാ. ഇങ്ങള് ചെലപ്പോ കഴിച്ചവരൊക്കെ ഉണ്ടാവും. ഇല്ലാന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടാവുമായിക്കാരം. ഞാൻ ഇതിന് ഭയങ്കര എതിരാ. എന്താ കാരണം അറിയോ ഇങ്ങള്? ഞാന് എന്റെ ജീവിതത്തില് ഞാനാരും പ്രേമിച്ചിട്ടൊന്നുമില്ല. ഞാൻ പ്രേമിച്ചൊക്കെ ചെയ്തിന്. പക്ഷെ ഇന്നാരും പ്രേമിച്ചിട്ടില്ല. അപ്പോ എന്താച്ചാല് ഇത് ഞാൻ ആ കാണുന്ന സമയത്ത് ചെറിയ കുറെ ചെറുപ്പകാലത്താണ്. ഒരു 18 വയസ്സ് ഒക്കെ ആവണ സമയത്ത് നമ്മള് കോളേജില് കോളേജിൽ പറഞ്ഞാ ഇപ്പത്തെ പ്ലസ് ടു ഇല്ല. അന്ന് കോളേജാണ്. പ്രീ ഡിഗ്രിയാണ്. ആ പഠിക്കുന്ന സമയത്ത് കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വല്യ വല്യ ആളുകളുടെ മക്കൾ മീൻസ് അതായത് ഡോക്ടേഴ്സിന്റെ മകന്, അതേപോലെ തന്നെ വല്യ ബിസിനസ്മാന്റെ മകന്, അതേപോലെ തന്നെ എഞ്ചിനീയറുടെ മകന്, ഇങ്ങനെ വല്യ വല്യ പൊസിഷനിലുള്ള ആളുകളുടെ മക്കള് ഒരു കോളേജിലേക്ക് വരുന്നത് വന്നിട്ട് ഓരോരുത്തർ അന്ന് എന്താ അന്ന് ഈ ഞാനിപ്പോഴും ഓർക്കും റഫ് ആൻഡ് ടഫിന്റെ ജീൻസ് ഉണ്ടാവുക. റഫ് ആൻഡ് ടഫ് നിങ്ങള് ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല. റഫ് ആൻഡ് ടഫ് ആണോ റഫ് ആൻഡ് ടഫ് ധരിക്കുന്ന അക്ഷയ് എന്താ ഏതൊരു ഒരു സിനിമാ നടനൊക്കെയാണ് ഹിന്ദി സിനിമാ നടനൊക്കെയാണ് അതിന്റെ പരസ്യം ഒക്കെ എഴുതിയിട്ട്. അപ്പൊ റഫ് ആൻഡ് ടഫിന്റെ ജീൻസ് വുഡ്ലാൻഡിന്റെ ഷൂ ഒക്കെ ഇട്ടിട്ട് ഓല് വരുന്ന സമയത്ത് ഒരിങ്ങനെ ഭയങ്കര സെറ്റപ്പിലാ വരിക. ഭയങ്കര അടിപൊളിയായിട്ടാ വരിക. ഓരോരുത്തർ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ഒരു ഭയങ്കര ഒരു കാറിലാ വരിക. മാരുതി കാറിലാണ് വരിക. അങ്ങനെയൊക്കെയാണ് വരിക. നമുക്ക് അവരുടെ ഒന്നും ഇല്ല കേട്ടോ. നമ്മള് സുഹൃത്തുക്കളാണ്. നമ്മളെ അടുത്ത സുഹൃത്തുക്കളാണ്. വേറെ കാറിലൊക്കെ നമ്മൾ കേറി കുറെ യാത്ര ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ ഇവർക്കൊക്കെ ഒരു ഒരു എന്താ പറയാ ഈ ഒരു സാധനം കൊണ്ട് ഈ ഒരു പ്രേമത്തിന്റെ ഒരു സാധനം കൊണ്ട് ചില ആളുകൾ കല്യാണം കഴിച്ചവരുണ്ട് അന്ന് പ്രേമിച്ചിട്ട്. ചില ആളുകൾ അതിനു വേണ്ടിയിട്ട് മാത്രം സമയം കളഞ്ഞിട്ട് ഇന്ന് എവിടെ എത്താത്ത ആൾക്കാരുണ്ട്. ഞാൻ ഇത്ര എതിര് പറയാൻ ഇതിന്റെ കാരണം എന്താ വെച്ചാല് ഞാന് നിങ്ങൾ എവിടൊക്കെയുള്ള ആൾക്കാരെ എനിക്ക് മുഴുവനായിട്ടില്ല. ഞാന് കൊട്ടുക്കര സ്കൂളിലാണ് പഠിച്ചത്. കൊട്ടുകര സ്കൂള്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കല്ല. കൊണ്ടോട്ടി കൊട്ടുകര സ്കൂളിലാണ് ഞാന് 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് പഠിച്ചത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വീട് അവിടെയൊന്നുമല്ല. എന്റെ വീട് മലപ്പുറത്താണ്. എന്റെ പെങ്ങളെ വീട് കൊണ്ടോട്ടിയാണ്. എന്നെ ഞാൻ ഇവിടുന്ന് പഠിക്കാത്തോണ്ട് ഇവിടുന്ന് വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ എത്രയെന്നും കൂടെ പറയാം. എനിക്ക് മിക്കവാറും സബ്ജക്റ്റിലൊന്നും എനിക്ക് 2 അക്കം കിട്ടാറില്ലായിരുന്നു. 2 അക്കം എന്ന് പറഞ്ഞാൽ എന്തേക്കാരം 10ന്റെ മേലേക്ക് പോവാറില്ലായിരുന്നു. അങ്ങനെ ആയിട്ട് ഇന്നെ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ചേർത്ത്. ഞാൻ എന്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ചെറിയ കുട്ടിയാ. അപ്പൊ അതുകൊണ്ട് ആ ഒരു പരിഗണന ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നാശാവരുത് എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് എന്നെ കൊണ്ടുപോയിട്ട് കൊട്ടുകര സ്കൂളിൽ കൊണ്ടുപോയിട്ട് ചേർക്കുകയാണ് ചെയ്തത്. അന്ന് അന്ന് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. അന്ന് ഞാൻ ആദ്യമായിട്ട് എനിക്കും ഇതെല്ലാം സാധിക്കും എന്നുള്ളത് ഞാൻ കണ്ടത് അന്നാണ് കേട്ടോ. എന്റെ കണ്ണില് വെള്ളം നിറഞ്ഞത് അന്നാണ്. കെമിസ്ട്രിയിലുള്ള ആദ്യത്തെ ചാപ്റ്ററിന്റെ ടെസ്റ്റ് പേപ്പറിൽ 25 മാർക്കിൽ 23 മാർക്ക് നേടിയിട്ട് എന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയപ്പോ എന്റെ കണ്ണിന്ന് വെള്ളം നിറഞ്ഞു പോയി. കാരണം എന്താ വെച്ചാൽ ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. സത്യം. സത്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് സാധിക്കും. എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളത്. അങ്ങനെ ഞാന് എന്നാൽ സാധിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ സാധിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാന് അന്ന് കണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ സെക്കൻഡ് ലാംഗ്വേജ് ഉറുദു ആണ് പഠിച്ചിരുന്നത്. ഉറുദു പഠിച്ചതിന്റെ കാര്യം എന്താ വെച്ചാല്, ഉറുദു പഠിച്ചത് എന്റെ ഉപ്പാന്റെ ഇഷ്ടത്തിന് തന്നെയാണ് പഠിച്ചത്. പക്ഷെ എനിക്കിന്ന് ഒരുപാട് ഉപകാരമുള്ള ലാംഗ്വേജ് ആയി മാറിയത് ഉറുദു ആണ്. അന്ന് എന്റെ ഉപ്പ എന്നോട് പറയും, ഏ മലയാളം പഠിച്ചിട്ടോ അല്ലെങ്കിൽ അറബി പഠിച്ചാലൊന്നും കാര്യമായിട്ട് ഉപയോഗമൊന്നും പെടൂല. മാർക്ക് ഉണ്ടെന്നല്ലാതെ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഭാഷ ഉറുദു ആണ് അല്ലെങ്കിൽ ഹിന്ദിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് എന്റെ ഉപ്പ പറഞ്ഞിട്ടാണ് എന്നെ 5ാം ക്ലാസ് മുതൽ ഉറുദു എടുക്കാൻ വേണ്ടിയിട്ട് ഉറുദു പ്രേരിപ്പിച്ച്. അങ്ങനെ ഞാൻ ഉറുദു പഠിക്കാം. അപ്പൊ എന്റെ ക്ലാസ്സില് കൊട്ടുകര സ്കൂളിൽ അറിയുന്ന ആൾക്കാർക്ക് അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചുണ്ടാവില്ല. കാരണം എന്താ പഞ്ചാര അടിക്കലൊന്നും നടക്കൂല എന്നർത്ഥം. അപ്പൊ അതൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ പരിപാടികളൊന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ സമ്മതിക്കൂല. ആൺകുട്ടികൾ സ്കൂൾ വിട്ടാൽ ആൺകുട്ടികൾ റോഡിന്റെ ഒരു വശത്തിലൂടെയും പെൺകുട്ടികൾ ഒരു വശത്തിലൂടെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നിയമം. അപ്പോ പ്ലസ് ടു ഇപ്പൊ എങ്ങനെയെന്ന് എനിക്കറിയില്ല. അന്ന് പ്ലസ് ടു ഒന്നുമില്ല. അപ്പൊ ഞങ്ങളെ ക്ലാസ്സിന്റെ അപ്പുറത്ത് ഉറുദുവിന്റെ മാഷ് വന്നിട്ട് പറയും, നിങ്ങള് ആ കുട്ടികളെ കണ്ട് പഠിച്ചോ. ആ കുട്ടികളെ കണ്ടിട്ട് പഠിച്ചോ. 2 ഇരട്ട കുട്ടികളുണ്ടായിരുന്നു. പേരൊന്നും ഞാൻ പറയില്ല. 2 ഇരട്ട കുട്ടികളുണ്ടായിരുന്നു. പെൺകുട്ടികളാണ്. അപ്പുറത്തെ ക്ലാസ്സിലുള്ളതാണ്. നല്ല പഠിക്കുന്ന 2 കുട്ടികൾ. നല്ല പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞാൽ ആ ക്ലാസ്സിലെ ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടികളായിരുന്നു. പക്ഷേ ഞാന് ഒരു അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനും അവിടുന്നൊക്കെ കഴിഞ്ഞ്
കൊട്ടിപ്പടഞ്ഞ് എന്തായാലും ഞാനും എത്തിപ്പെട്ടത് മഞ്ചേരി NSS കോളേജിലാണ്. അതൊരു ലോകാണ്. അന്ന് പ്രത്യേകിച്ചും. വിശാലമായ ലോകാണ്. അങ്ങനെ ഈ ഈ ജയിലിന്റെ ഉള്ളില്, അതായത് ജയില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. വെള്ളിയാഴ്ചയാണ് സ്കൂൾ ഒഴിവ്. അന്ന് എന്തുണ്ടാവും? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കേ സ്കൂൾ തുടങ്ങുള്ളൂ. പക്ഷേ 8 മണിക്ക് അവിടെ എത്തണം. അന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും 8 മണി മുതൽ. വൈകുന്നേരം ആയാല് 5 മണിക്ക് വീട്ടിലെത്തിയാല് ട്യൂഷൻ എടുക്കാനുള്ള ആളും വരും വീട്ടിക്ക്. കാരണം നമ്മള് അത്രയും മോശമായതുകൊണ്ട് നമ്മളങ്ങട്ട് 4 ഭാഗവും അങ്ങട്ട് ഫുൾ എന്ത് ചെയ്തേക്കാണ്? ലോക്ക് ചെയ്തിട്ടേക്കാണ്. ഏഹ് അല്ലെങ്കിൽ രക്ഷപ്പെടൂല സത്യം. അപ്പോ അവിടുന്ന് വന്നിട്ട് ഇവിടെ ഒരു ലോകാണ്ട് കിട്ടിയപ്പോ നമുക്ക് ഭയങ്കര എന്താ പറയാ, കൂട്ടിലടച്ച കിളീനെ പുറത്തേക്ക് വിട്ടാലുള്ള സന്തോഷം മാതിരിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അവിടുന്ന് ഒരുപാട് കാര്യങ്ങള് പഠിച്ചെടുത്തു. മീൻസ് ഒബ്സർവ് ചെയ്ത് പഠിച്ചെടുത്തു. എന്നുവെച്ചാ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറ്റി. അന്ന് മുതൽ ഇപ്പോഴും ഉപകാരപ്പെട്ട കാര്യങ്ങൾ അതൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട അന്ന് പുസ്തകത്തിൽ പഠിച്ചതല്ല. അന്ന് പഠിച്ച കെമിസ്ട്രിയും, അന്ന് പഠിച്ച ഫിസിക്സും, ബയോളജിയും ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് അന്ന് അവിടുന്ന് ഞാന് ഒബ്സർവ് ചെയ്ത് പഠിച്ച ഒരുപാട് കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലത്തെ. ആ 2 കുട്ടികളെ ആ 2 കുട്ടികളെ വളരെ മോശമായിട്ടാണ് ആ കോളേജില് കാണപ്പെട്ടത്. സീനിയേഴ്സിന്റെ ആൺകുട്ടികളെ കൂടെ കറങ്ങലും, കറങ്ങലെന്ന് മാത്രമല്ല, നമ്മള് പറയാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ ഒഴിവുള്ള ക്ലാസ് റൂമിൽ വെച്ചിട്ട് ചെയ്യുമ്പോ, ഏട്ടത്തി അനിയത്തിക്ക്, അതായത് ഇരട്ടകളായതുകൊണ്ട് ഒരാൾ കാവല് നിന്നൊടുക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതൊക്കെ കാണുമ്പോ നമുക്ക് മനസ്സിലാവും. എന്നിട്ടോ ഇന്നും ആ കുട്ടികളെ ഞാൻ പല സ്ഥലത്തുനിന്നും കാണാറുണ്ട്. ഇപ്പൊ കുട്ടികളൊന്നും അല്ല, വലിയ സ്ത്രീകളായി ഒരു ജോലിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കാണാറുണ്ട്. പക്ഷേ അവര് എവിടെയും എത്തിയിട്ടില്ല. ഒരു ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും സർക്കാർ ജോലി എന്തൊക്കെ ഉണ്ട് തോന്നണം. പക്ഷെ അന്ന് ഈ സീനിയേഴ്സിന്റെ കൂടെ ആ പ്രേമവുമായിട്ട് അത് യാഥാർത്ഥ്യമാണ് എന്ന് കരുതിയിട്ട് അവരെ പറ്റിക്കപ്പെട്ടപ്പോ ഉണ്ടായ ഒരവസ്ഥ എന്തായിരിക്കും ആ മനസ്സിന്റെ അവസ്ഥ ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇതുകൊണ്ട് ഭയങ്കര എതിരാണ് ഇതിന്. ഭയങ്കര എതിർപ്പാ. സത്യം. ഇനി നാളെ എന്റെ മക്കൾ എന്താവുംന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ പറയാം, ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഇതിന് ഭയങ്കര എതിർപ്പാണ്. ഞാൻ ഇവിടെ കിട്ടിയ ചാൻസിൽ മുഴുവൻ കുട്ടികളെ തളർത്താൻ വേണ്ടി നോക്കും. മാക്സിമം. ഇന്ന് എന്നോട് പറഞ്ഞ ആളും ഞാൻ ചോദിച്ചു, "അല്ല അങ്ങനെ 2 ദിവസം മുന്നേ ചോദിച്ചു. അല്ല എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. കാര്യങ്ങൾ പറഞ്ഞേ." അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇപ്പൊ താമസിക്കുന്ന ഇവിടെ ഞാൻ എന്റെ വീട്ടിലാണ്. എന്താ പ്രശ്നം? ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കല്യാണം കഴിച്ച് പ്രേമിച്ചാണല്ലേ. ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അതെങ്ങനെ നിനക്ക് മനസ്സിലായത്? അല്ല ഞാൻ ചോദിച്ചതാണ്. ചോദിച്ചാണ്. ശരിയാണ്. ഇന്ന് പറഞ്ഞത് എനിക്ക് ഞാൻ നാളെ ഒരു വക്കീലിനെ കാണാൻ പോവാണ്. നിനക്ക് മനസ്സിലായോ അത്? ഒരു കുട്ടിയുണ്ട്. കുട്ടിയാവാനൊന്നും പണിയില്ല. ഞാൻ ഇങ്ങക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല. ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത് എന്താ സംഭവിച്ചാല്, നമ്മള് ഇതൊക്കെ ചില സന്ദർഭങ്ങളിലുള്ള നമ്മളുടെ ഈ ചിന്താഗതികളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ട് സംഭവിക്കണ കാര്യങ്ങളാ. ഇഷ്ടം നമുക്ക് തോന്നും. അത് വേറെ കാര്യം. മനുഷ്യനല്ല. കാരണം എന്താ വെച്ചാല് മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ഒരു കഴിവാണ് ഇണയെ ആകർഷിക്കാൻ. മനുഷ്യനെന്നല്ല, എല്ലാ ജന്തുക്കൾക്കും കൊടുത്താണ് ഇണയെ ആകർഷിക്കാനുള്ള ഒരു കഴിവ്. അത് ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട്, ദുരുപയോഗം ചെയ്യാത്തവരുണ്ട് മാത്രം. അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതം അനുഭവിക്കാനുള്ളത് നമ്മളാ. നമ്മളെ മൈൻഡ് സെറ്റ് എങ്ങനാണോ അതനുസരിച്ചിട്ടേ സംഭവം നടക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കൂല. ഇതൊരു വലിയൊരു സത്യമാണ്. പിന്നെ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും, പരാജയങ്ങളെ നമ്മളുടെ അവസരങ്ങളാക്കാനും നമുക്ക് പഠിക്കുമ്പോ, അത് നമ്മളെ ലൈഫ് നശിപ്പിക്കണ ഒന്നിൽ നിന്നാവുമ്പോഴേക്ക് വലിയ പ്രയാസേക്കാരം. ഞാനിപ്പോ തൊട്ട് മുന്നേ ഈ ക്ലാസ്സില് വരുന്നതിന്റെ തൊട്ട് മുന്നേ ഞാനിപ്പോ എന്റെ ഒരു സുഹൃത്തുമാണ്. എന്റെ ഇവിടെ ഒരു സുഹൃത്താണ്. അയാളുടെ അടുത്ത് നിന്ന് വരികയാണ്. അവന് 15 ലക്ഷം രൂപ എങ്ങാണ്ട് ബാങ്കിൽ നിന്ന് കടമെടുത്താണ്. അതിപ്പോ എടുത്തിട്ട് കുറെ കാലായി. അത് ബാങ്ക് പലിശ കൂടിയിട്ട് 28 ലക്ഷം എങ്ങാണ്ടായി. അടക്കാൻ കഴിയാത്തോണ്ട് ജപ്തി നോട്ടീസ് വന്നു. അവസാനം ബാങ്ക് അടച്ച അത്രയും പൈസ ഒക്കെ ഇത് ചെയ്തിട്ട് ലാസ്റ്റ് പറഞ്ഞു, എടുത്ത പൈസ അടച്ചാ മതി 15 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഓൻ അടക്കാൻ കഴിയാഞ്ഞിട്ട് ഇനി ഈ 13-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങണം. 3 കുട്ടികളെയും കൊണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇതൊക്കെ നമ്മൾ ചെയ്തതിന്റെ ഫലാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഓനുണ്ടായിരുന്നു. അങ്ങനെ കളിച്ച് നടന്നതിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല.
ഇതൊക്കെ നമ്മളുടെ ജീവിതം പ്ലാൻ ചെയ്യണം. നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ ഈ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സാധനം പഠിപ്പിക്കാൻ തന്നെയുള്ള കാരണം എന്റെ ഉള്ളിൽ ഈ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സാധനം ഞാൻ പഠിപ്പിക്കാൻ തന്നെ കാരണം എന്താ വെച്ചാൽ എനിക്കുണ്ടായ അനുഭവങ്ങളാണ്. അത് മറ്റൊരാൾക്ക് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ്. മറ്റൊരാൾക്ക് ഉണ്ടാവരുതെന്നും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് പീഡിപ്പിക്കപ്പെടുന്നതും അല്ലെങ്കിൽ പീഡിപ്പിക്കാനുള്ള പല അർത്ഥമുണ്ട്. മാനസികമായിട്ടും പല രീതിയിലും പീഡിപ്പിക്കപ്പെടുന്നതും വിഷമം അനുഭവിപ്പിക്കപ്പെടുന്നതും ഒക്കെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്. ഇതൊരു സത്യമാണ്. ഒരു സത്യമാണ്. ഞാൻ നിങ്ങളോട് സത്യത്തിൽ ചോദിക്കട്ടെ, ഞാൻ പറയാം, ഇന്ന് വേറൊരു സാധനം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ഒരു ഡോക്ടറെ പരസ്യമാണ്. നിങ്ങള് ഭാര്യമാരൊക്കെ ഇനി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളും, അല്ലെങ്കിൽ 600 രൂപ കൊടുത്താൽ ഹഗ് ചെയ്യാൻ ആളെ കിട്ടാനുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? അതായത് നമുക്ക് ഹഗ് ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പല വിഷയങ്ങളും നിങ്ങളെ ഹസ്ബൻഡിനോട് ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളെ ഒരു ഒരു 2 പ്രാവശ്യം ഹഗ് ചെയ്യുകയാണെങ്കിൽ, ഒന്നും ചെയ്യണം, ഹഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാ പ്രശ്നത്തിനും നിങ്ങൾക്ക് പരിഹാരം കിട്ടും. 100% ഉറപ്പാണ്. അപ്പൊ അതെന്താ വെച്ചാല് അത് ആര് ഹഗ് ചെയ്താലും കിട്ടും സംഭവം. പക്ഷെ അങ്ങനെ മനസ്സുകൊണ്ട് അടുത്ത ഒരാൾ ചെയ്താൽ കിട്ടും. അപ്പൊ അതൊരു ബിസിനസ് ആക്കിയിട്ട് 600 രൂപ കൊടുത്താൽ ഹഗ് ചെയ്ത് ഇനി അവ എവിടെ ചോദിച്ചിട്ട് വരരുത്. അത് എനിക്ക് കിട്ടിയിട്ടില്ല, അത് ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് അത് ചോദിക്കരുത്. സാറേ അതൊന്ന് അയച്ചിരുന്ന നമ്പർ ചോദിക്കരുത്. അത് എന്റെ അടുത്തില്ല, ഞാൻ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ കണ്ടത് നിങ്ങളോട് പറയും. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇതാണ് അവസ്ഥ. ഇതൊക്കെ ഇനി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അടിച്ചാൽ ഡോക്ടർ നിമ്മി എന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ അറിയും. നിമ്മി ഇപ്പൊ പഠിക്കുന്ന എന്റെ ടീമിലെ ക്ലാസ്മേറ്റ് ആണ്. നിമ്മി ദുബൈയിലാണ് ക്ലാസ് തടിച്ചിട്ട് ഒരു സ്ത്രീയാണ്. അത് എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഇങ്ങനത്തെ ക്ലാസ്സുകളാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. നമ്മളെ ലൈഫ് ഇതാ. നമ്മൾ ഇത് റെഡിയാക്കിയില്ലെങ്കിൽ എന്തും റെഡിയാവില്ല. നമ്മളെ ഉള്ളിലാണ് നിയന്ത്രണം വേണ്ടത്. അപ്പൊ രണ്ടാമത്തെ മെയിൻ പോയിന്റുകൾ നമുക്ക് വേഗം പറയാം. ബാക്കി നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ പറഞ്ഞു മൈൻഡ് സെറ്റ്. രണ്ടാമത്തെ നമ്മൾ പറയണേ ഇമോഷണൽ കൺട്രോൾസ്. കൺട്രോൾ ഇമോഷണൽ കൺട്രോൾ ഇത് ഇമോഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പേടി, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇമോഷണൽ കൺട്രോൾ. മൂന്നാമത്തെ സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മൂന്നാമത്തെ ചാവി എന്താന്ന് ചോദിച്ചാൽ സെൽഫ് കോൺഫിഡൻസ്. നാലാമത്തെ സാധനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് അവയർനെസ്. നാലാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4 അഞ്ചാമത്തെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഹാബിറ്റ് ട്രാൻസ്ഫർമേഷൻ. യെസ്. ഇപ്പൊ മൈൻഡ് സെറ്റ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഇമോഷണൽ കൺട്രോളാണ്. എന്താണ് ഇമോഷണൽ കൺട്രോൾ? എന്തൊക്കെയാണ് ഇമോഷൻസ് ആണ് നമുക്കുള്ളത്? എന്തൊക്കെ ഇമോഷൻസ് ആണ് നമുക്കുള്ളത്? ഇമോഷണൽ കൺട്രോൾസ്. ഒരു മിനിറ്റ്. ഒന്ന് ഫിയർ, ഒന്ന് പേടി, അല്ലെ? ഒന്ന് പേടിയാണ്. പിന്നെന്താ? ഒന്ന് ദേഷ്യം, ആങ്കർ. ഒന്നെന്താ പറയാ? അടുത്തത് സ്ട്രെസ്. പിന്നെന്താ? അടുത്തത് സ്ട്രെസ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ആങ്സൈറ്റി. ശ്രദ്ധിക്കണേ. ഫിയർ, ആങ്കർ, സ്ട്രെസ്, ആങ്സൈറ്റി. 4 നമ്മളെ ഏറ്റവും കൂടുതൽ വഴി തിരിപ്പിക്കണ സാധനം. അതായത് ഏറ്റവും കൂടുതൽ ഒന്ന് പേടി, എന്തെങ്കിലും ചെയ്യാൻ പേടി. ഒന്ന് ആരെങ്കിലും പേടി, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുള്ള പേടി. ഈ പേടിയിൽ ഇതൊക്കെ പെട്ടു. നമുക്ക് സംസാരിക്കാനുള്ള പേടി, ചെയ്യാനുള്ള പേടി. ഇങ്ങനെ ഇന്നർ ചൈൽഡ്ഹുഡിൽ നമുക്കുണ്ടായ ഒരുപാട് പ്രയാസങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഫിയർ, പേടി.
ഇന്നർ ചൈൽഡ്ഹുഡില്, അതായത് ചെറിയ കുട്ടിയാകുമ്പോ നമുക്ക് നമ്മളുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനത്തിന്റെ പേരാണ് ഫിയർ, പേടി. പല ഘട്ടങ്ങളിലായിട്ട് നമ്മളോട് തന്ന വിലക്കുകൾ കാരണം, അരുത്, അത് ചെയ്താ വീഴും, ഇത് ചെയ്താ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിച്ചിട്ട്, ചിലപ്പോ ഒച്ചിട്ട് സൗണ്ട് ഇട്ടിട്ട്, എന്താ പറയാ, ഷൗട്ട് ചെയ്തിട്ട് പേടിപ്പിച്ചതായിരിക്കാം. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പേടി. അതിനൊറ്റ വാക്കാണ് പേടി, ഫിയർ. ഇത് നമ്മളെ മുന്നോട്ടേക്ക് അങ്ങോട്ട് നടത്തൂല. നമ്മളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാക്കാന് സമ്മതിക്കൂല പേടി. രണ്ടാമത്തെ സാധനമാണ് എന്താണ്? ആങ്കർ, ദേഷ്യം. ദേഷ്യം നമുക്ക് ഭയങ്കര ദേഷ്യം. ഇതിനെ കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താണ് ഇമോഷണൽ കൺട്രോൾസ്? ഇതെന്താണ് ഇമോഷൻസ് കൺട്രോൾ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? രണ്ടാമത്തെ സാധനമാണ് ഈ പറയുന്നത്. അതിന് രണ്ടാമത്തെ ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഫിയർ. ഇതിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? മാനേജ് ചെയ്യാൻ പഠിക്കണം. മാനേജിങ് യുവർ എന്തൊക്കെയാണ്? ഫിയർ, ആങ്കർ, സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. അപ്പോ ഈ ദേഷ്യം, എന്താ ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എടുത്തു ചാടിയിട്ട് ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ പെരുമാറുമ്പോ നമുക്ക് കിട്ടുന്ന സാധനം നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നെഗറ്റീവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ പേടിയെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മളുടെ ദേഷ്യത്തിനെ നമ്മൾ നിയന്ത്രിക്കണം. എന്തൊക്കെയാണ്? പേടിയെ നിയന്ത്രിക്കണം, ദേഷ്യത്തിനെ നിയന്ത്രിക്കണം. പിന്നെന്താ? സ്ട്രെസ്, സമ്മർദ്ദം. ഈ സമ്മർദ്ദങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കണം. സമ്മർദ്ദങ്ങളിലും നല്ല രീതിയിൽ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. എന്താണ് ആങ്സൈറ്റി? ആങ്സൈറ്റി ഇല്ലാത്ത മനുഷ്യൻ ഉണ്ടാവില്ല. എന്താണ് ആങ്സൈറ്റി പറഞ്ഞാല്? നിങ്ങൾ ഈ സൈക്കാട്രി ഡോക്ടേഴ്സിന്റെ ഒക്കെ അടുത്ത് പോയാല് എന്താണ് അത് ആങ്സൈറ്റി ആണ് അസുഖം എന്നാണ്. അപ്പൊ പണ്ട് എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവനെ ഈ മൊബൈൽ റിപ്പയറിംഗ് കടയിൽ അന്നേ. അപ്പൊ അവന്റെ അടുത്ത് വന്നിട്ട് സത്യത്തിൽ ഒരു കാക്ക, ഒരു എത്ര വർഷമായിട്ടുണ്ടാവും, ഓൾമോസ്റ്റ് ഒരു 20 വർഷം മുന്നത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അന്ന് ഒരു കാക്ക, ഒരു വയസ്സായ ഒരാള്, കുറച്ച് പ്രായ ഒരാള്, ഒരു മൊബൈൽ അതാ വലിയ സംഭവം. ഇന്നിപ്പോ ആർക്കും അത് എത്ര വലിയ സംഭവമൊന്നുമില്ല. കാരണം എന്താ, ചെറിയ കുട്ടികളുടെ അടുത്തൊക്കെ ഇപ്പൊ മൊബൈലാ. പക്ഷെ അന്നൊരു വലിയൊരു സംഭവമാണ് മൊബൈൽ. അപ്പോ ഈ മൊബൈല് കംപ്ലൈന്റ് ആയിട്ട് ഇവന്റെ അടുത്ത് വന്നിട്ട്, മോനെ ഇതെന്താ നോക്കടാ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് പറയാം കാക്ക. അവൻ ഉള്ളിലത്തെ റൂമിക്ക് പോയി. അപ്പൊ കാക്ക പിന്നെ അവിടെ തന്നെ നിൽക്കുകയാണ്, പുറത്തുനിന്ന് പോയിട്ടില്ല. അപ്പൊ പുറത്തേക്ക് വന്നപ്പോ പറഞ്ഞു, അല്ല എന്താണ് ഒന്ന് പറഞ്ഞുതരുമോ? അപ്പൊ അവൻ പറഞ്ഞു, കാക്ക നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ പറഞ്ഞു, അല്ല എന്നാലും ഒന്ന് നോക്കാം എന്താണ്. അപ്പൊ അയാൾക്ക് എന്താണ്? ആങ്സൈറ്റി ആണ്. അയാൾക്ക് അതിന്നിട്ട് അറിയാനുള്ള ത്വര, ഈ സാധനമാണ് സംഭവം. ഇത് അയാളെ നഷ്ടത്തിലേക്ക് എന്താ സംഭവിച്ച കാര്യങ്ങള്? ഓനോട് ചോദിച്ചു, ഓന് സത്യത്തിൽ അറിയില്ല. ഓൻ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഓന്റെ ടെക്നീഷ്യൻ വന്ന് നോക്കിയിട്ട് വേണം പറയണമെങ്കിൽ. അപ്പൊ ഓനെ കുറച്ച് ടൈം വേണം. ഇയാൾ ഇതിങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, കാക്ക അതെ, അതിന്റെ കൺഫ്യൂഷൻ കോയിൽ പോയതാണ്. അങ്ങനെ ഒരു സാധനം മൊബൈലിന്റെ ഉള്ളിലില്ല. കൺഫ്യൂഷൻ കോയിൽ പോയതാണ്. ഓനാകെ കൺഫ്യൂഷൻ ആയി. അപ്പൊ എന്ത് ചെയ്തു? കൺഫ്യൂഷൻ കോയിൽ പോയി. ആണല്ലേ, അതിനെത്ര? അപ്പൊ ഒരു വലിയൊരു സംഖ്യം പറഞ്ഞു. അന്നായിക്കോട്ടെ, ശരിയായിക്കൊക്കെ, ഞാൻ പോയിരുന്നു. കാക്ക പോയി. സംഭവം അതിന് ചെറിയ പ്രശ്നം എന്താ ഉള്ളത്? ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാകും. ഒരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് അറിയണം എന്ന് കരുതിയാൽ പിന്നെ നമുക്ക് അത് ഇങ്ങോട്ട് എന്താ പറയാ, ചില കാര്യങ്ങൾ അത് ഇങ്ങോട്ട് ആവാനുള്ള ആ ഒരു ഭയങ്കര സാധനം, അത് നെഗറ്റീവ് ഉണ്ടാവും കുറെ ആൾക്കാർക്ക്. പോസിറ്റീവിനെക്കാളും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാവും. അതാണ് ഈ ആൻസൈറ്റി. എന്താണ് ഇനിയിപ്പൊ അങ്ങനെ ആയ എന്താവോ, അങ്ങനെ ആയ എന്താവോ, അതായ അതാവോ, ഇതായ അതാവോ, ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട്, ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഡൗൺ ആവും. നമ്മൾ എത്രത്തോളം മല കയറി ചിന്തിക്കുന്നോ, വലുതായി ചിന്തിക്കണോ, അങ്ങനത്തെ കാര്യങ്ങൾ വലുതാക്കി ചിന്തിക്കണോ, അത്രത്തോളം നമ്മൾ ചുരുങ്ങിക്കൊണ്ടേയിരിക്കും. താഴേക്ക് ഇങ്ങനെ പോകുന്നുകൊണ്ടേയിരിക്കും, ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. ഇതിനെ നിയന്ത്രിക്കണം എന്നാണ് പറഞ്ഞത്. ഡോക്ടേഴ്സ് എന്താ ചെയ്യാ? അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആൻസൈറ്റി, ഒരു കുട്ടി കൗൺസിലിംഗ് കോഴ്സിന് ഇവിടെ അഡ്മിഷൻ എടുത്തു. കൗൺസിലിംഗ് കോഴ്സ് ഉണ്ടായത് ഇപ്പൊ ഇല്ല, ഞാനോ അതിന് അഡ്മിഷൻ ചോദിക്കേണ്ടല്ല. കൗൺസിലിംഗ്, കാരണം എന്താ വെച്ചാല് എടുത്ത ബാച്ചിലുള്ളവർ മുഴുവൻ എന്തായിരുന്നു, മുഴുവൻ സത്യം പറഞ്ഞാല്
ചെറുതായിട്ടൊരു കിലുങ്ങിയ ആൾക്കാരെ പോലെ. ഞാന് ഞാനത് കുടുങ്ങിയപ്പോ ഞാൻ നിർത്തി സംഭവം. കാരണം നമ്മളെ കൊണ്ട് കയ്യൂല. അതുകൊണ്ട് കയ്യൂലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മുഖതാവിന് വരാണെങ്കി നമുക്ക് പല പണിയുണ്ട്. ഇവിടെ നേരിട്ട് വന്നാ നമുക്ക് തറാപ്പിടിച്ച് പല പണി. ഇത് ഈ ഫോണിൽ കൂടിയും ഈ ഓൺലൈനും ആവുമ്പഴ് നമ്മളെ കൊണ്ട് സാധിക്കൂല. അപ്പൊ ഞാന് മെല്ലെ സ്റ്റോപ്പ് ചെയ്തു. ഞാന് വേറൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു മുസ്ലിം ഓളെ ഏൽപ്പിച്ചിട്ട് മെല്ലെ എന്തെയ്തു അതിന് സ്കൂട്ടായി. കാരണം ജീവിതത്തില് ഒരു കോഴ്സ് തുടങ്ങിയ ഏറ്റവും വലിയ അബദ്ധം പറ്റിയതാണത്. അപ്പൊ അതിനൊരു ഒരു കുട്ടി പറയാണ്, ഒരു കുട്ടി ഈ കോഴ്സിന് അഡ്മിഷൻ എടുക്കാം. ഞാൻ കോഴ്സിന് അഡ്മിഷൻ എടുക്കാം. പക്ഷെ എനിക്ക് ഈ കോഴ്സിന് അഡ്മിഷൻ എടുത്താൽ എന്റെ ഈ അസുഖം മാറും. എന്താണ് അസുഖം? എനിക്ക് ആൻസൈറ്റി ആണ്. അതാരെ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു. കുടുങ്ങില്ലേ? എവിടേക്കേലും പോണം. ഈ കുട്ടിക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്താലും കുട്ടിയാണ് എനിക്ക് ആൻസൈറ്റി ആണ്, എനിക്ക് ആൻസൈറ്റി ആണ്. ഈ ആൻസൈറ്റി എന്ന സാധനം ഇല്ലാത്തൊരു മനുഷ്യനില്ല. ഒരു മനുഷ്യനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങള് രാത്രി കിടന്നുറങ്ങുമ്പോ ചിന്തിക്കണ നിങ്ങളെ ആൻസൈറ്റി എന്താരോ? നേരം വെളുത്താ എന്താ ചായക്ക് കടി ഉണ്ടാക്കാൻ. അല്ല ആ ഒരു ആൻസൈറ്റി ഉണ്ടാവില്ലേ? ഉണ്ടോ നിങ്ങൾ പറഞ്ഞേരി. അനക്കിപ്പോ എന്താ കറി ഉണ്ടാക്കുക? അത് ഉണ്ടാവില്ല. ഉണ്ടാവും. അതൊരു ആൻസൈറ്റിയാണ്. പക്ഷെ അത് ഓവർ ആയാൽ എന്താ? അത് ആലോചിച്ചിട്ട് ഉറക്കം വരാതിരിക്കും ഒരാൾക്ക്. അപ്പൊ എന്താ? അതൊരു അസുഖമായി മാറി. നമ്മൾ എല്ലാവരുടെ ഉള്ളിലുള്ള ചിന്ത, നിങ്ങളെ എല്ലാവരുടെ ഉള്ളിലുള്ള ചിന്ത കേൾക്കണം. നാളെ ഇപ്പൊ എന്താ ചായക്ക് കടി ഉണ്ടാക്കാം? സ്വാഭാവികമാണ്. എല്ലാ കുടുംബിനികൾക്കും പെൺകുട്ടികൾക്കുള്ള അവസ്ഥ. അതൊരു ആൻസൈറ്റിയാണ് സത്യത്തിൽ. അതിക്കിപ്പോ എന്താ കറി ഉണ്ടാക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. കറി ഉണ്ടാക്കുക. അതൊരു ആൻസൈറ്റിയാണ് സത്യത്തില്. പക്ഷെ അത് ആലോചിച്ചിട്ടൊന്നും ഉറങ്ങണില്ല. ഉറക്കം വരുന്നില്ല. എന്താ കാരണം? അത് ആൻസൈറ്റി ഓവർ ആയതാണ്. ആൻസൈറ്റി തുളുമ്പി മറിഞ്ഞു. അപ്പൊ അത് അസുഖമായി മാറി. ഈ ആൻസൈറ്റി അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും ഈ സാധനം ഇങ്ങനെ ഉണ്ടാവും. എനിക്ക് ഇനിയിപ്പോ അത് ഇങ്ങനെ ആയാലും അങ്ങനെ ആവൂലേ, അതായാലും ഇതാവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് ആവശ്യമില്ലാതെ ചിന്തിച്ചിട്ട് വെറുതെ ഇരുന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി 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 കൊന്നിട്ട് നമ്മളെ ഇന്നർ വേൾഡിനെ, നമ്മളെ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ നല്ല രീതിയിൽ ഉണ്ടാകാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ തന്നെ നമ്മൾ ചങ്ങലക്കിട്ടിട്ട് നമ്മൾ തകർക്കുന്ന സാധനമാണ് ആൻസൈറ്റി. അപ്പോ പേടിനെ നിയന്ത്രിക്കണം. അതേപോലെ തന്നെ ദേഷ്യത്തിനെ നിയന്ത്രിക്കണം. ദേഷ്യം നിയന്ത്രിക്കാൻ നിങ്ങളോട് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ഇയാൾ ഈ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇതിലേറെയൊക്കെ ഇരട്ടി ദേഷ്യമുള്ള ആളാണ് ഇപ്പോഴും. പക്ഷെ എപ്പോഴാണോ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് അപ്പോഴേ നമ്മൾ വിജയിക്കും. ദേഷ്യം, വാശി ഈ സാധനങ്ങൾ എന്റെ വീട്ടിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്കാ ഭയങ്കര ദേഷ്യ ഭയങ്കര ദേഷ്യ. എന്നോട് പല ആൾക്കാരും ഇപ്പോഴും ഒന്നും പറയും ഒന്നും പറയില്ല. ഞാന് ഇപ്പൊ ഒരു ഒരു ഉദാഹരണം എന്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളെ വീട്ടിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ ആ ചെമ്പുമായി ബന്ധപ്പെട്ട ഭാഗം മീൻസ് അതായത് ഭക്ഷണം ഉണ്ടാക്കല്, അതിന്റെ അറേഞ്ച്മെന്റ്, ഭക്ഷണം ഇതിന്റെ ഏറ്റവും പക്ഷെ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഒരൊറ്റ ആള് കവറായിട്ടും വരൂല ഭക്ഷണം എടുക്കാൻ. എന്റെ മൂത്തച്ചി വരെ വരൂല. അത് ആ പരിപാടി കഴിയാതെ അവിടുന്ന് ഭക്ഷണം എടുക്കാൻ ആര് വന്നാലും ഇനിയിപ്പോ എന്റെ പെങ്ങളെ വീട്ടിലൊക്കെ പരിപാടി നടക്കണ വെച്ചാൽ ഇന്നെയാണ് ഏൽപ്പിക്കാം, ഞാൻ അവിടെ ഉണ്ടാവണമായിരിക്കും. ഞാൻ ഉണ്ടെങ്കിൽ പെങ്ങൾ വന്നാൽ അവരെ എടുക്കാൻ പറ്റില്ല. ഓരോ വീട്ടിലെ പരിപാടിയാ, ആളെയും വന്നാൽ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ എടുക്കാൻ പറ്റില്ല, ഇതിന്റെ അടിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, ഇത് കഴിഞ്ഞിട്ട് എടുക്കാം, നിങ്ങൾ കൂടി വിട്ടോളൂ. പേടിയാ. ചില ആൾക്കാർക്ക് ഉണ്ടാവും ഇപ്പൊ 2 ഐറ്റം 3 ഐറ്റം ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് എല്ലാം കിട്ടണ്ടേ കവറിൽ. ഇന്നായാലും സാധനം കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പറയും ഓരോന്ന് എടുക്കാൻ പറ്റുള്ളൂ, അതിൽ വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കണ്ട. അപ്പൊ എന്താ വെച്ചാല് എല്ലാവർക്കും പേടിയാ. ഇത് ദേഷ്യമാണ്. പക്ഷെ ഇത് നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുമ്പോ നമുക്ക് കാര്യത്തിൽ കൊടുക്കും. അതുകൊണ്ട് ദേഷ്യം ഭയങ്കര കൂടുതലാണ്. ഭയങ്കര വാശിയാണ്. ആ വാശിയാണ് ഇന്നെ ഇങ്ങോട്ട് എത്തിച്ചത്. ആ വാശിയാണ് ഇന്നെ ഇതിലേക്ക് എത്തിച്ചത്. ഇത്ര വരെ എത്തിച്ചത്. ഞാൻ വിജയിക്കും, ഞാൻ വിജയിച്ചേ തീരുള്ളൂ എന്നുള്ളത് തീരുമാനിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. അപ്പൊ ദേഷ്യത്തിന് നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കണം. ദേഷ്യം കൊണ്ട് എനിക്കുണ്ടായ നഷ്ടങ്ങൾ ഇഷ്ടം പോലെ. എന്റെ ദേഷ്യം കൊണ്ട് എനിക്കുണ്ടായ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞത് ഇതൊക്കെ ഇപ്പൊ ഞങ്ങളോട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ നഷ്ടങ്ങള് ഇന്നും മറക്കാൻ പറ്റാത്ത ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സങ്കടത്തോടു കൂടി ഓർക്കുന്ന രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഒരൊറ്റ ദേഷ്യം കൊണ്ട്. അതേപോലെ തന്നെ വാശിയുണ്ട്.
ഇങ്ങനെ മുറിച്ചാല് പിന്നെ ആ മുറി കൂടണെ ഭയങ്കര പാടാ. ഭയങ്കര പാടാ. അത് ഇനി ആരായാലും പറഞ്ഞിട്ട് കാര്യല്ല. കൂടൂല. ഭയങ്കര പാടാ. ഇതൊക്കെ നമുക്ക് സത്യത്തില് ഇനിക്കാണെങ്കിലും ഇങ്ങക്കാണെങ്കിലും ഇതൊക്കെ നഷ്ടേ ഉണ്ടാക്കുള്ളൂ, ലാഭം ഉണ്ടാക്കൂല. ആരാണോ വിട്ടുവീഴ്ച ചെയ്യണത് ഓനെ വിജയിക്കുള്ളൂ. ഓനെ ലാഭം ഉണ്ടാവുള്ളൂ. എന്നാണോ ഞാൻ വിട്ടുവീഴ്ച ചെയ്യല് തുടങ്ങിയത് അന്ന് മുതലേ ഞാൻ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എന്ന് മുതൽ എത്ര കാലം വരെ ഞാൻ വാശിയോട് കൂടിയിട്ട് നിന്നിട്ടുണ്ടോ അന്ന് മുതൽ മറ്റുള്ളവരോട് വാശി, എന്നോടുള്ളൊരു വാശി എനിക്കുണ്ടാവും. അതെന്താണ്? എനിക്ക് നേടിയെടുത്തേ പറ്റുള്ളൂ. അത് വാശി വേറെ. മറ്റുള്ളവരോടുള്ള വാശി കാരണം നമ്മൾ ചെയ്യാതിരുന്നിടത്തോളം എനിക്ക് നഷ്ടങ്ങളാ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്റെ കണക്ക് പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ 2 സാധനങ്ങളാണ് ദേഷ്യവും വാശിയും. ഈ 2 സാധനം. ഇവിടെയുള്ള ടീമിനോട് ചോദിച്ചാൽ നിങ്ങക്കറിയാം എന്റെ ദേഷ്യം എന്താണ്. ഇവിടെ ഇപ്പൊ വന്നവർക്കൊന്നും ചിലപ്പോ അറിയില്ല. പഴയ ആൾക്കാർക്ക് നല്ലവരും നല്ല പറയും. എനിക്ക് എന്നെ നിയന്ത്രിച്ചാൽ കിട്ടൂല. സത്യം. പക്ഷെ ഞാന് വേറൊരു കാര്യം കൊണ്ട് അതിന്റെ ഒരു ഓപ്പോസിറ്റ് എനിക്കൊരു സാധനമുണ്ട്. ഒരു സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെനിക്ക് അതാണോ അതേമാതിരി പുറപ്പെട്ടത് വെച്ചാൽ പിന്നെ എനിക്ക് അതും നിയന്ത്രിച്ചാൽ കിട്ടൂല. ഇതാണ് സത്യം. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതാണ് അതിന്റെ പ്രത്യേകത. ഈ രണ്ടും അങ്ങനെയാണ് കിടക്കുന്നത്. രണ്ടും അമിതമായ പ്രശ്നാ. സത്യം. എനിക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നഷ്ടാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇത്ര ധൈര്യത്തില് പറഞ്ഞത്. പിന്നെന്താണ്? ചില ആൾക്കാർക്ക് ഈ സമ്മർദ്ദം ഭയങ്കരായിട്ടുണ്ടാവും. ഇതൊക്കെ ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ ഉണ്ടാവുമ്പോഴാണ് സമ്മർദ്ദം ഉണ്ടാവുക. എനിക്കിതൊക്കെ ഉണ്ടെങ്കിലും എപ്പളാ റിലാക്സ് ആയാലും നിങ്ങൾക്കറിയാം. എനിക്കിത് റിലാക്സ് ആയാല് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴാ. ഇന്നിപ്പോ ഞാൻ ഈ ക്ലാസ് എടുത്ത് കഴിയുമ്പോ 1 മണിക്കൂർ എടുത്ത് കഴിയുമ്പോ സത്യത്തില് നിങ്ങളുടേലേറെ എനർജി കിട്ടിയ എനിക്കാ. ഞാൻ നിങ്ങളോടാ പറയണെങ്കിലും ഞാൻ ഇന്നോടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിന്റെ വ്യത്യാസം. എനിക്കാണ് സത്യത്തിൽ എനർജി കൂടുതൽ കിട്ടുക. എനിക്കാണ് കിട്ടുക. അപ്പോ ഈ സാധനത്തിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഈ 4 എണ്ണത്തിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ അടുത്തൊരു സാധനത്തിന്റെ പേരെന്താ വെച്ചാല് നമ്മള് സ്റ്റേ സ്റ്റേയിങ് കാം, ശാന്തനായിരിക്കണം. എപ്പോഴാണ്? അണ്ടർ പ്രഷർ. അതായത് നമ്മൾ പ്രഷറിലായിരിക്കുമ്പോഴും അതായത് നമ്മളൊരു പ്രഷറിലായിരിക്കുമ്പോ പോലും നമുക്ക് ശാന്തത കൈവരിക്കാൻ പറ്റും. കാരണം ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റണം എന്നർത്ഥം. ഇത് ഞാൻ വെറും തിയറി അല്ല നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഞാൻ ഈ പറയുന്നത് ഓരോ കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റെടുക്കണം എന്ന് കരുതിയിട്ടാ. ഞാൻ പറയുന്നു നിങ്ങളത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഗ്യാരണ്ടിയാ. നിങ്ങളെ ലൈഫ് ഭയങ്കരായിട്ട് മാറി വരും. നമുക്ക് ജോലിനെക്കാട്ടിലും പൈസനെക്കാട്ടിലും ഒക്കെ നമുക്ക് വേണ്ടത് നമുക്ക് സന്തോഷം സമാധാനമാണ്. ഏറ്റവും കൂടുതൽ വേണ്ടതാ. ജോലി അതൊക്കെ ചില ആൾക്കാര് ജോലി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ജോലി നമ്മളുടെ വിഷമങ്ങളെ മറക്കാനാ. ചില ആളുകൾക്ക് മറ്റുള്ളവരോട് കിടപിടിക്കാനും. ചില ആളുകൾക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എനിക്ക് സന്തോഷത്തിൽ ജീവിക്കാൻ. 3ഉം ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട്. ഒന്നെന്താണ്? ഓക്ക് ജോലിയുണ്ട് അതുകൊണ്ട് എനിക്ക് ജോലി വേണം. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? എന്റെ എല്ലാ വിഷമങ്ങളും മറക്കണമെങ്കിൽ എനിക്കൊരു ജോലിക്ക് പോണം. മൂന്നാമത്തെ ഒരു ടൈപ്പ് ആൾക്കാരെന്താണ്? എനിക്ക് ജോലി ചെയ്യണം. ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ കാശ് കിട്ടുമ്പോ ഇന്റെ സന്തോഷത്തിന് എനിക്കിഷ്ടമുള്ളത് വാങ്ങാന്, എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കാന്. ഞാൻ നേരത്തെ ഷവർമ ഓർഡർ ചെയ്തത് നിങ്ങൾ കേട്ടില്ലേ? അതേപോലെ എനിക്കിഷ്ടമുള്ളത് ജീവിക്കാന്. അപ്പൊ എന്റെ മക്കള് വിളിച്ചു പറഞ്ഞാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങാന്, എനിക്കിഷ്ടമുള്ളത് ആസ്വദിക്കാന്, എനിക്ക് ആർക്കെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാന് ഇതിനൊരു ജോലി വേണം. ഇത് 3 കാറ്റഗറിയിലും ജോലിയുണ്ട്. പക്ഷെ ഈ 3 കാറ്റഗറിയോടും കിട്ടുന്നത് എന്താണ് ജോബിന്? നമുക്ക് കിട്ടേണ്ടത് സമാധാനമാണ്. മനസ്സമാധാനാണ്. ഇത് ആണ് നമ്മളെ ലക്ഷ്യം. അപ്പൊ ഇതിനൊക്കെ എല്ലായിടത്തും നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി എപ്പോഴാണ് പ്രഷറിലായി നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നമ്മള് സമാധാനത്തിൽ കാമായിക്കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റണം.
നമുക്ക് നിൽക്കാൻ പറ്റണം. നിങ്ങളൊന്ന് നോക്കി, ആ പ്രഷറിലുള്ള സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റേക്കണം. പ്രഷറോട് കൂടി നിങ്ങൾ പെരുമാറിയതെല്ലാം തെറ്റേക്കണം. നിങ്ങളെ ഇപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നമ്മൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പേപ്പറിൽ എടുത്തിട്ട് എഴുതി വെക്കുക. ഞാന് ജീവിതത്തിൽ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് കരുതുന്ന കാര്യങ്ങളൊന്ന് എഴുതി നോക്കിയാൽ അതിലൊരു സാധനം ഇതായിരിക്കും. നിങ്ങൾ പെട്ടെന്നെടുത്ത ചില തീരുമാനം. അതാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്ന സാധനം. ഇമോഷണൽ കൺട്രോൾസിൽ അടുത്ത സാധനം എന്താ വെച്ചാല് റെസ്പോൺസ് തോട്ട്ഫുള്ളി. എന്താണ് റെസ്പോൺസ് തോട്ട്ഫുള്ളി. ചിന്തിച്ചുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുക. എന്താണ് തോട്ട്ഫുള്ളി. ഇൻസ്റ്റഡ് ഒഴിവാക്കിക്കൊണ്ട് എന്താണ് ഇൻസ്റ്റഡ് ഓഫ് റീച്ചിങ് ഇമ്പൾസീവ്ലി. അതായത് നമ്മള് ബോധപൂർവം നമ്മള് ഈ കാര്യത്തെ നിയന്ത്രിച്ചു കൊണ്ട് പെരുമാറും. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. പെട്ടെന്നുള്ള ചാടി കയറിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാതിരിക്കുക. നമ്മൾ കുറച്ച് സമയം കൊടുത്താൽ നമുക്ക് നല്ല തീരുമാനം വരും. അടിപൊളി തീരുമാനം വരും. നമ്മൾ ഏത് ഒബ്ജക്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് റിജക്ഷനും ഏത് ഒബ്ജക്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അനുകൂലമാക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ശരി, എന്ത് ചെയ്യണം? കുറച്ച് സമയം കൊടുക്കുക. നമ്മൾ തോട്ട്ഫുള്ളി ചിന്തിച്ചുകൊണ്ട് തീരുമാനം എടുക്കുക. ഇതാണ് ഈ പറഞ്ഞ സാധനം. ചിന്തിച്ചുകൊണ്ട് തീരുമാനിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു സാധനം ഉടനെ പ്രതികരിക്കാതിരിക്കുക എന്നർത്ഥം. ഉടനെ പ്രതികരിക്കുക ഇല്ല, അത് കണ്ടില്ല ഞങ്ങളെ. പെട്ടെന്ന് പ്രതികരിക്കുക. ഞാനായിപ്പെട്ട ഒരാളാണ്. പെട്ടെന്ന് പ്രതികരിക്കും. എടുത്തു ചാടി ഒറ്റ പ്രതികരിക്കും. എന്നിട്ട് പ്രതികരിച്ചിട്ട് പിന്നെ അതിനിങ്ങനെ സങ്കടപ്പെടും, പശ്ചാത്തപിക്കും. വേണ്ടിയില്ലേനും പശ്ചാത്തപിക്കും. ഞാനായിപ്പെട്ട ഒരാളാ. ചില സമയത്ത് എനിക്ക് ഇന്നെ നിയന്ത്രിക്കാൻ കിട്ടില്ല പല കാര്യത്തിൽ. ചിലപ്പോ ഞാൻ ഇംബാലൻസ്ഡ് ആവും സത്യത്തിൽ പല കാര്യത്തിൽ. ഒന്നാമത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓവറായിട്ട് ലോഡ് വരുമ്പോ ചിലപ്പോ നമ്മളെ അടുത്തുള്ള ക്യാപ്പബിലിറ്റി മതിയാവില്ല. അപ്പൊ നമുക്ക് സാധിക്കില്ല. എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമ്പൾസീവ്ലി നമ്മൾ തീരുമാനം എടുക്കാതിരിക്കുക, തോട്ട്ഫുള്ളി മാത്രം തീരുമാനം എടുക്കുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഉടനെ പ്രതികരണം ഒന്നെന്താണ് ഇമ്പൾസീവ്ലി, മറ്റെന്താണ് തോട്ട്ഫുള്ളി. അങ്ങനെ ആണെങ്കിൽ ഇതെന്താണ് ഉടനെ തീരുമാനം. യെസ്, ഈ ഉടനെ തീരുമാനം. മറ്റെന്താണ് സമയമെടുത്ത് തീരുമാനം എടുക്കും. എടുത്ത് തീരുമാനം. നിങ്ങൾ എഴുത്തൊന്നും നോക്കണ്ട, തീരുമാനം. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലായിക്കോളി. എനിക്കൊരു ഇത് കിട്ടാനാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. സമയമെടുത്ത് തീരുമാനിക്കും. രണ്ടാമത്തെ ഇതിന് വ്യത്യാസം നോക്കിക്കോ. ഒന്നെന്താ വെച്ചാൽ വികാരങ്ങൾ നമ്മളെ നിയന്ത്രിക്കും. ഓക്കെ. എന്നാൽ സമയമെടുത്തിട്ടുള്ളതാണെങ്കിൽ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കും. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? പെട്ടെന്നുള്ള തീരുമാനമാണെങ്കിൽ വികാരങ്ങൾ നമ്മളെ നിയന്ത്രിക്കും. എന്നാൽ സമയമെടുത്തിട്ടുള്ളതാണെങ്കിൽ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കും. ഇതാണ് ഇതിന്റെ വ്യത്യാസം. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിന്നെ അടുത്ത എന്താണ്, അതേപോലെ തന്നെ എന്താണ്, നമ്മള് ആത്മവിശ്വാസം, പശ്ചാത്താപം കൂടും. ഇങ്ങനെ ആവുമ്പോ പശ്ചാത്താപം കൂടും. അതായത് നമുക്ക് വേണ്ടിയില്ലേനും പിന്നെ നമ്മൾ സോറി കുറെ പറയേണ്ടി വരും. അല്ലെങ്കിൽ വേണ്ടിയില്ലേനും നമുക്ക് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. പശ്ചാത്താപം ഉണ്ടാവും, മാപ്പ് പറയേണ്ടി വരും. പിന്നെ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവും, പശ്ചാത്തപിക്കും. എന്നാൽ തോട്ട്ഫുള്ളി ആണ് തീരുമാനം എടുത്തെങ്കിൽ നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഞാനിത് മലയാളത്തിൽ പറയണേ പെട്ടെന്ന് മനസ്സിലാകാൻ കൂടിയാണ് കേട്ടോ. വിശ്വാസം വർദ്ധിക്കും. എന്താണ്? ആത്മവിശ്വാസം വർദ്ധിക്കും. പിന്നെന്താ
ഇതിനുള്ള പ്രത്യേകത ബന്ധങ്ങൾ തകരും. ബന്ധങ്ങൾ തകരും. ഇവിടെ ബന്ധങ്ങൾ ബന്ധങ്ങൾക്ക് ശക്തി പകരും. ബന്ധങ്ങൾ ശക്തമാകും. ഈ 2 സാധനം ഡിഫറൻസ് ശരിക്കും നോക്കി ഒന്നെന്താണ്ടാവുക, ഒന്ന് നമ്മൾ ഉടനെ തീരുമാനം എടുക്കും. ഇത് നമ്മൾ സമയമെടുത്തിട്ട് തീരുമാനിക്കും. ഓക്കെ. പിന്നെ അങ്ങനെ ആവുമ്പോ എന്താണ്, വികാരങ്ങൾ നമ്മളെ നിയന്ത്രിക്കും. പെട്ടെന്നുള്ള തീരുമാനം എടുക്കുന്ന ആളുകൾ, അതായത് നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് ചെയ്യുമ്പോണ്ടാവേണ്ട കാര്യം എന്താണ്, വികാരങ്ങൾ നമ്മളെ നിയന്ത്രിക്കും. എന്നാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ മറ്റെന്താ, വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കും. നേരത്തെ പറഞ്ഞ വികാരങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിക്കും. എപ്പോഴാണ്, തോട്ട്ഫുള്ളി നമ്മൾ ചെയ്യുമ്പോൾ. ഓക്കെ. അടുത്തെന്താ, പശ്ചാത്താപം കൂടും. പശ്ചാത്താപം കൂടും. നമ്മളടുത്ത് ഇമ്പൾസീവ്ലി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി ചെയ്തു കഴിഞ്ഞാൽ പശ്ചാത്താപം കൂടും. എന്നാൽ ആത്മവിശ്വാസം കൂടും, വർദ്ധിക്കും. എപ്പോ നമ്മൾ തോട്ട്ഫുള്ളി ആണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആത്മവിശ്വാസം വർദ്ധിക്കും. പിന്നെ ബന്ധങ്ങൾ പകരും, ബന്ധങ്ങൾ ശക്തമാകും. ഇതാണ് ഈ 2 സാധനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇതൊരു ഇത് നമ്മള് ഇതെല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, എവറിത്തിങ് നമ്മളുടെ ലൈഫിലുള്ളതാണ്. നമ്മളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തതാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷെ ഇതുണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ജീവിതത്തിനെ നമ്മള് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൗ എങ്ങനെയാണ് എന്റെ ജീവിതം ഞാൻ ജീവിച്ച് തീർക്കേണ്ടത് എന്നുള്ളത് രേഖപ്പെടുത്തുന്നത്, അതിന് കൃത്യമായിട്ടുള്ള വഴികൾ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ സെറ്റ് ചെയ്യുന്നത് നമ്മളാണ്. അങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. 3 കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ അടുത്ത ദിവസം പഠിക്കാം, അല്ലെങ്കിൽ കഴിയൂല. കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ പ്രാക്ടിക്കലി ആക്കലാണ് ഏറ്റവും വലിയ കാര്യം. ആക്ഷൻ ആക്കുക എന്നുള്ളതാണ്. ആക്ഷൻ ആക്കാത്ത ഒരു ഇൻഫർമേഷനും നമുക്ക് വെറുതെ ഒരു ഇൻഫർമേഷനായി മാത്രം കിടക്കുക എന്നല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഉപകാരപ്പെടില്ല. എന്നാൽ നമ്മൾ ആക്ഷൻ ആക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഭയങ്കര ഉപകാരപ്പെടും. ഇതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ആരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു സത്യമാണ്. ഇതൊരു റിയാലിറ്റിയാണ്. ഇതൊരു ഭയങ്കര റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുറന്ന് പറയാൻ കാരണം. അതൊക്കെ ഇപ്പൊ യൂട്യൂബിൽ പോകും. എനിക്ക് പേടിയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. എന്റെ കാഴ്ചപ്പാടുകളാണ്. ഇത് വേറൊരാളെ തിയറിയോ വേറൊരാളുടെ ഇതോ ഒന്നുമല്ല. ഞാൻ എന്റെ കാഴ്ചപ്പാടുകളും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെനഞ്ഞുണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറെ സമയം എടുത്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. എനിക്കതിന് സഹായം പലതും ഞാൻ എടുക്കുന്നുണ്ട്. എങ്കിലും ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ ലൈഫുമായിട്ടാണ് കണക്ട് ചെയ്ത് പറയുന്നത്. ഇനി ഇതിലൊക്കെ ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് സാധനങ്ങൾ കണക്ട് ചെയ്ത് പറയാനുണ്ട് അടുത്തടുത്ത ഓരോ രംഗങ്ങളിൽ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഇത് നിങ്ങൾ ആക്ഷൻ ആക്കുക. അടുത്ത ദിവസം നിങ്ങൾ എന്താണോ, ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവണത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ 1 മണിക്കൂർ വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ വോയിസിലൂടെ നിങ്ങൾ ഗ്രൂപ്പിൽ പറയാം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളല്ലാത്ത ഒരുപാട് ആളുകൾ അതിൽ അട്ടം നോക്കി കിടക്കുന്നുണ്ട്. അന്തം വിട്ട് നിൽക്കുന്നവരുണ്ട്. എന്താ നീ ചെയ്യുക എന്നുള്ളത്. അവർക്കതൊരു ഉപകാരമായിരിക്കും. ഇതിനിപ്പോ പ്രത്യേകിച്ച് ഫീസൊന്നും ഞാൻ വാങ്ങുന്നില്ല. ഞാൻ എന്തുകൊണ്ടാ വാങ്ങാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കമ്മ്യൂണിറ്റിയിൽ വന്ന, എന്റെ ഫാമിലിയിൽ വന്ന ആളുകൾക്ക് എന്നും എനർജി കിട്ടി അവരൊരു പൊസിഷനിലേക്ക് എത്തണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യതയിലുള്ളൂ. നമ്മുടെ ജോലി കിട്ടുക എന്നുള്ളത് മാത്രമൊന്നുമല്ല. ജോലി കിട്ടുക എന്ന് മാത്രമൊന്നുമല്ല. ലൈഫ് സെറ്റിൽ ആവാതെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാത്തവന് ജോലി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയില്ല. അവൻ എപ്പോഴും ഭയങ്കര സ്ട്രെസ്സിലേക്കാണ്. അപ്പൊ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങളെ ശരിക്ക് ഞാൻ പറഞ്ഞിട്ട് നമ്മള് നിങ്ങളെ നിങ്ങളെ ഇത് പറയും ഒരു സൈക്കോളജി ഒരു തിയറി വന്നേരെ
വീട്ടില് ഭയങ്കര പ്രയാസം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിന്റെ കൈ പിടിച്ചാലറിയാം സത്യം. അതിന്റെ കൈവെള്ളയില് പിടിച്ചാൽ നമുക്കത് തൊടുമ്പോ മനസ്സിലാവും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അയാൾ ഓരോ ദിവസത്തിനെയും മുന്നോട്ട് നീക്കുന്നത് എന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഇപ്പൊ എല്ലാരെ കൈയും പിടിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഇതൊരു സൈക്കോളജിയാണ്. കാരണം എന്താ വെച്ചാൽ കൈ ഭയങ്കര റഫായിരിക്കും. അത് പാത്രം കഴുകലും ബാത്റൂം മോറലും പിന്നെ വെള്ളം കോരലും, ഇപ്പൊ വെള്ളം കോരലില്ല, അങ്ങനെ പല പണികളുമായിട്ട് ചെയ്യുന്ന ആളുകളുടെ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്കറിയാം, എനിക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ എല്ലാവരുടെ കൈയും പിടിച്ചിട്ടില്ല. ചില കുട്ടികളൊക്കെ നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കും, ചില സമയത്ത് കൊടുക്കും, എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് വരുന്ന സമയത്തൊക്കെ നല്ല നല്ല അച്ചീവ്മെന്റ് കൊടുക്കും. അപ്പൊ തന്നെ കത്തും എന്താണ് പൊസിഷൻ. സത്യം, എനിക്ക് ഞാൻ എന്റെ ദിവ്യശക്തി ഒന്നുമല്ല, എനിക്ക് പയക്കാറില്ല സത്യത്തില്, വളരെ കുറവാ പയക്കൽ ഈ കാര്യങ്ങളായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളോട്, ആ കുട്ടിയോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചാണ് ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചാന്നല്ലേ. ഞാൻ വെറുതെ ഒരു ഒന്നുമല്ല, അതിന്റെ ഓരോരോ ചലനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതിന്റെ കുറെ കാലത്തെ അനുഭവം കൊണ്ടാണ്. അല്ലാതെ അത് ഇന്റെ അനുഭവം മാത്രമൊന്നുമല്ല, എന്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുന്ന കുറെ ആൾക്കാരുടെ അനുഭവങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഇതിൽ കുറെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, ഒരുപാടായിട്ട്. ഇപ്പൊ നമ്മൾ ഏകദേശം തുടങ്ങിയിട്ട് അത്യാവശ്യം സമയക്കായി അതിൽ വന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ ഗ്രൂപ്പിൽ പറയാം. നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരതിക്ക് കൊണ്ടുവരാം. എനിക്ക് അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കൊന്നുമില്ല. സത്യം, സത്യം, എനിക്കൊന്നുമില്ല. ഞങ്ങൾ നാട്ടിൽ 10 പൈസ വാങ്ങുന്നില്ല. ഞാൻ 5 മണിക്ക് ഫ്രീ ആയത്, 8 മണി വരെ ഞാൻ ഇവിടെ വെയിറ്റിംഗിലാണ്. അതിന്റെ ഇടയിൽ ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു, അതൊക്കെ ശരിയാണ്. പക്ഷെ 8 മണി വരെ വെയിറ്റിംഗിലാണ്. എന്താ കാരണം വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടാണ്. 2 ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കൽ തുടങ്ങിയ ഇതിന്റെ കോണ്ടന്റ്. ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു അസറ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് നിങ്ങളെ പഠിപ്പിക്കുമ്പോ ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളില് ഒരു സിസ്റ്റമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിൽ ആ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ എന്റെ കൂടെ കൂടിയിട്ട് നിങ്ങൾക്കും കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതം ഭംഗിയുള്ളതാക്കാം. ഇത്ര മാത്രമേ ഇതിലുള്ളൂ. അപ്പൊ നിങ്ങളെ സുഹൃത്തുക്കളെ കൊണ്ടുവരാം, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ വിളിച്ചിട്ട് കൊണ്ടുവരാം, കയറാൻ പറയാം, കേറിക്കോട്ടെ. ഇനിയിപ്പോ ആരെങ്കിലും ഒരാള് ഇവിടെ കോഴ്സിന് ചേർന്നൊന്നുമല്ല സാറേ, ഇന്റെ ഒരു കേറിക്കോട്ടെ, കുഴപ്പമില്ല, കുഴപ്പമില്ല, നിങ്ങൾ കേറ്റിക്കോ, പ്രശ്നമല്ല. നിങ്ങള് നസീബാനോട് പറഞ്ഞ കേറ്റിക്കോ, കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാല് രക്ഷപ്പെടണം. നമ്മളെ ലൈഫ് കുറച്ചു കാലം കൂടാണ് ഉള്ളത്. സന്തോഷത്തിൽ ഒരു ദിവസം സന്തോഷത്തിൽ പോകണം. അടിപൊളിയായിട്ട്, അടിപൊളിയായിട്ട്. അതിന് നമ്മക്കാ തീരുമാനിക്കാൻ. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, ഗുഡ് നൈറ്റ്. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് കാണാം. ചിലപ്പോ അങ്ങോട്ടും ചേഞ്ച് ഉണ്ടാവും, നിങ്ങൾ അറിയിക്കും. ഓക്കെ, താങ്ക് യു.